എങ്ങട്ടാ മേനെ കാലത്ത് തന്നെ ഇത്ര വെപ്രാളത്തില്? ആ ഇത്തിരി വെപ്രാളൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. കൊടുത്ത കാശ് കിട്ടാതാകുമ്പോ താനും ഓടില്ലേ നെട്ടോട്ടം. 1-ാം മാസം വിളിച്ചെടുത്ത ചിട്ടിയ. മാസം 3 കഴിഞ്ഞിട്ട് കക്ഷിയുടെ പൊടി പോലും കാണുന്നില്ല. ആരാ കക്ഷി? നമുക്ക് കൈകാര്യം ചെയ്യാം. ആ ഇസ്മായിലിന് ഒരു 300 വാങ്ങിച്ചു കൊടുത്താൽ മതി, സംഗതി ക്ലീനാക്കി കൈ തരും. എന്നിട്ട് വേണം ഞാൻ പോലീസ് സ്റ്റേഷനിലെ കയ്യിൽ ഇറങ്ങി തനിക്ക് കാണാനല്ലേ? ചിട്ടിയും വട്ടിയൊക്കെ നടക്കുമ്പോ കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ മേനെ? ആളാരാണെന്ന് പറ. നമ്മളെ പാണാട്ട ശങ്കരൻ നായരുടെ വരുവാനില്ലേ, ഗോപിനാഥൻ, അവൻ തന്നെ. അത് കിട്ടില്ല എന്റെ മേനെ, കർത്താവാണ് സത്യം, അത് കിട്ടാൻ പോണില്ല. കഴിഞ്ഞ 31-ാം തീയതി ബോണസ് കിട്ടുമ്പോ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിച്ചതാ പുള്ളി. ദോഷം പറയരുതല്ലോ. പിന്നെ അവനെ ആ വഴിക്കേ കണ്ടിട്ടില്ല. ആ ചെല്ലേ ചെല്ലേ. മുത്തശ്ശി ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചേ? മരിച്ചു പോയ നിന്റെ അപ്പൂപ്പന് വേണ്ടി. കിന്നാരം പറയാണ്ട് വേഗം അടുക്കളയിലോട്ട് ചെല്ല. ഞാൻ ഭഗവതിയോട് എന്താ പറഞ്ഞെന്ന് കേൾക്കണോ? എനിക്കൊന്നും കേൾക്കണ്ട. എത്രയും പെട്ടെന്ന് എന്നെ കെട്ടിക്കൊണ്ടു പോകാൻ ഒരാള് വരണേന്ന്. പോവണ്ട. എന്താ മാവാ? കുറെ ഏറുണ്ടെന്ന് എന്റെ കൊഞ്ചല്. അമ്പലത്തിൽ പോയാ വരാൻ 4 മണിക്കൂറാ. ഞാൻ എത്ര നേരമായി കുഴമ്പ് തെച്ചിരിക്കണം അറിയൂ? അതിന് അമ്മാവന് വെള്ളം ചൂടാക്കി തരാൻ ഞാനൊരാളെ ഉള്ളൂ ഇവിടെ. അനിത ചൂടാക്കിയാലും വെള്ളം ചൂടാവും. വെള്ളം ചൂടാവും. എന്തിനാ ശങ്കര നീ ഈ കുഴമ്പൊക്കെ വരുത്തേച്ച് തീർക്കണേ? ധാന്യന്തരം കുഴമ്പല്ലേ ശങ്കര ഇത്? അതെ. ഇത് എന്തിനുള്ള കുഴമ്പാണെന്ന് നിനക്കറിയാമോ? എടാ, പ്രസവിച്ച് കിടക്കണ പെണ്ണുങ്ങൾ പെട്ടണ കുഴമ്പായത്. നീ ഇങ്ങനൊരു തിരുമണ്ടനായി പോയല്ലോ എന്റെ ശങ്കര. അവനല്ലേ എവിടെ? ആരാണോ? നിങ്ങളെ മരുമകൻ ഗോപിനാഥൻ തന്നെയാ ചോദിച്ചത്. അവൻ എത്ര കാലം ഇങ്ങനെ മുങ്ങി നടക്കുന്നു എനിക്കൊന്ന് രാവിലെ തന്നെ ഞാൻ തുണിക്കടയിലേക്ക് പോയി അങ്ങേരോട് പറഞ്ഞേക്ക്. അടിച്ചവന്റെ കയ്യും കാര്യം ഞാൻ ഒട്ടിക്കൂ. എനിക്കതൊരു പ്രശ്നമല്ല. ഗോപി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ പശുവിനെ കറക്കാൻ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഗോപിയുടെ കടയിൽ പോയിട്ട് നേരെ എത്രയായി? ഈ അമ്മാവൻ ഇവിടെ ഒന്നല്ലേ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മെയിനിരിക്കൂ, ചായ കുടിച്ചിട്ട് പോവാ. കയറി ഇരുന്ന് ചായയും ചോറൊക്കെ കൊണ്ടുപോവാ. ഞാൻ അവിടെ പെണ്ണാവുന്നത്. കഴിഞ്ഞ മാസം 3-ാം തീയതി ചിട്ടിയുടെ ഗഡു വരാന്ന് പറഞ്ഞ ഗോപി പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ തമാശ പറഞ്ഞല്ലേ. അപ്പൊ എത്തിച്ചുണ്ടാവും. എന്നാല് ഈ എണ്ണയും തേച്ചിട്ട് ഒരുമാതിരി കണവണ വർത്താൻ പറഞ്ഞിട്ടല്ലോ. എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാത്തതാ. പണം മേടിച്ച് ഞന്നല്ലാതെ അത് തിരിച്ചു കൊടുക്കണമെന്ന് വല്ല വിചാരമുണ്ടോ നിങ്ങളെ മോനെ? അവൻ വന്നാ ഞാൻ പറയാം. കാലത്ത് തന്നെ വീട്ടിന് മുമ്പിൽ വന്ന് ഇന്നൊന്നും പറയരുത്. അവനെ ഞാൻ എവിടെയെങ്കിലും ഇട്ട് പിടിച്ചോളാം. ഇത് മേന്ന ഇവനെക്കാളും വലിയ വന്ന് ഇഡലിയുടെ വലിപ്പം 1 രൂപ തൊട്ടിന്റെ പരുവത്തിലായി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എങ്ങനെ ഇതെങ്കിലും ഇവിടെ എത്തുന്നെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ കുട്ടി ഒരു തമാശ പറഞ്ഞതല്ലേ, നീ ഞാൻ ദേഷ്യപ്പെട്ടാലോ? തമാശ. ജാനകി, എന്റെ കുഴമ്പ് തീർന്നു. ഗോപിയോട് പറഞ്ഞില്ലേ നീ? ഇല്ല, രാവിലെ മേൻ ഇവിടെ വന്ന് കാട്ടിയ പരാക്രമം ഏട്ടന് കണ്ടതല്ലേ. എന്തിനാ ശങ്കര നീ ഈ കുഴമ്പൊക്കെ വരുത്തേച്ച് തീർക്കണേ? അമ്മേ, അത് ആകെ ഒരു വേദന. വേദന ഒക്കെ തോന്നല. കഴിഞ്ഞ ആഴ്ചയാ 100 രൂപയുടെ എണ്ണയും കുഴമ്പും വാങ്ങിയത്. അത് തീർത്തു നീ. മുത്തശ്ശിക്ക് കുഴമ്പ് വാങ്ങണം, അതും ഇന്ന് തന്നെ വേണം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഏറ്റു കാര്യം. എന്തിനാ എന്റെ കുട്ടി നീ ഈ നാട്ടുകാരോട് മുഴുവൻ കടം വാങ്ങുന്നേ? കാലത്ത് തന്നെ അവര് വന്ന് പറയുന്ന വേണ്ടാതിനൊക്കെ ഈ അമ്മയെ കൂടെ കേൾപ്പിക്കണോ? മുത്തശ്ശി ആശുപത്രി കിടന്നപ്പോ പിടിച്ച ചിട്ടിയാ. അമ്മയ്ക്ക് അറിയാലോ, കൃത്യസമയത്ത് അടയ്ക്കാൻ പറ്റില്ലെന്നുള്ളത് ശരിയാ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അല്ലെങ്കിൽ ഞാനൊരാൾ മാത്രമല്ലേ ഉള്ളൂ. വായു പിന്നെയും കോപിച്ചിരിക്കണോ എന്റെ ഗോപി? ആ നാണുവൈദ്യരുടെ ഗുളിക കെട്ടിരുന്നീ അവനൊന്ന് പിടിച്ച് കെട്ടായിരുന്നു. പിടിച്ചു കെട്ടണ്ട, അതങ്ങ് തുറന്നു വിട്ടാ മതി. ജാനകി, ആര്? ഗോവിന്ദേട്ടനോ? വരൂ, ഇരിക്കൂ. ശങ്കര, ജാനകിയും മക്കളും റോട്ടിൽ ഇറങ്ങേണ്ടി വരുമല്ലോ എന്ന് കരുതി അന്ന് ഞാനത് ചെയ്ത്. അതിനിപ്പോ എന്താ ഉണ്ടായി? അതിന് ഞാൻ പറയണോ? അമ്മാവൻ വന്ന കാലം നിൽക്കാതെ കയറി ഇരുന്നട്ടെ. ജപ്തി നോട്ടീസ് വന്നപ്പോ 75,000 രൂപ ഞാൻ അവിടെ കെട്ടിവെച്ചില്ലേ, കാണാമായിരുന്നു എന്തൊക്കെയാ നടക്കുക എന്നുള്ളത്. ഇതൊക്കെ പല ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. കാര്യം അറിഞ്ഞാൽ മാത്രം പോരാ. 75,000 രൂപ ഈ ബുധനാഴ്ച എനിക്ക് കിട്ടണം. ഏട്ടന് കുറച്ചു ദിവസം കൂടി ക്ഷമിച്ചൂടെ? പറ്റില്ല എന്ന് അറിയിക്കാനാണ് ഞാൻ വന്നത്. ഇവൻ എത്ര അവധി പറഞ്ഞെന്ന് ശങ്കരൻ അറിയോ? ഉവ്വ്, തരാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ അവധി പറയുന്നത്. പിന്നെ 100-200 രൂപയൊന്നുമല്ല, 75,000 രൂപയാ. അത് പെട്ടെന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എനിക്കിത്തിരി വിഷമം തന്നെയാ. നിന്റെ വിഷമമൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്നാലേ കാശ് തരാൻ എനിക്ക് മനസ്സില്ല. അമ്മ പോയി കേസ് കൊടുക്കോ? ഗോപി,
അമ്മ എന്നെ പറഞ്ഞേ ഇങ്ങനെയല്ല പിന്നെ എങ്ങനെയാ മറുപടി പറയുക? ബാങ്ക് ലോൺ ശരിയായി കഴിഞ്ഞാലുടൻ കാശ് തിരിച്ചു കൊടുക്കാന്ന് ഒരു 100 വട്ടം പറഞ്ഞതാ. കേക്കണ്ടേ? വെളുക്കുന്നതിന് മുമ്പ് തോന്നോളും. അതൊന്നും പോരാഞ്ഞിട്ട് തുണിക്കടയിലും കാശ് കൊടുക്കാണ്ടെന്ന് എഴുതി മനുഷ്യന് സ്വയം തരണ്ടേ? ലോൺ കിട്ടിയ ഉടനെ തരാന്നല്ലേ പറഞ്ഞ്? കഴിഞ്ഞ 1 കൊല്ലമായിട്ട് കേട്ടു തുടങ്ങിയതാ ഈ ലോണ്. ഞാനേ അധ്വാനിച്ചുണ്ടാക്കിയ പണമാ. ശങ്കരനെ പോലെ കുഴമ്പം തേച്ചിങ്ങനെ വെറുതെ ഇരുന്ന് ആഹാരം കഴിച്ചിട്ടില്ല ഈ ഗോവിന്ദനായര്. അധികമല്ലേ പോയിട്ടാ. ഈ കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി കഷ്ടപ്പെട്ടാ ഞാൻ ഈ കോലത്തിലായത്. ശങ്കരൻ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കാ ഭേദം. എന്താ ഏട്ടാ ഇത്? അമ്മാവൻ ഇവിടുന്ന് ഒന്ന് പോയി തരുന്നുണ്ടോ? പോവണ്ട. ഇനി വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പണവുമായിട്ട് ഈ ഗോവിന്ദനായർ തിരിച്ചു പോകും. ആ ആ ജാനകിയെ ഒറ്റൊരുത്തി ഓർത്തിട്ടാ ഇത്രയും കാലം ഞാൻ മിണ്ടാണ്ടിരുന്നത്. 75,000 രൂപ അധ്വാനിച്ചുണ്ടാക്കിയ പണമാ ഈ ഗോവിന്ദൻ നായർ. അത് വെറുതെ കളയാൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി തർക്കുത്തരം പറയുന്നവൻ. അമ്മയും മക്കളും റോട്ടിലിറങ്ങി തെണ്ടേണ്ടി വരുമ്പോ അവന് മനസ്സിലാവും ഈ ഗോവിന്ദൻ നായർ ആരാണെന്ന്. താൻ തോന്നി. അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്. കാലത്ത് തന്നെ അങ്ങോട്ട് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അച്ഛനെ? ആഹാ, ഞാൻ ഇറക്കിയ പണം നീ കൊണ്ടു തരുവോ? ഇക്കണ്ട ഭൂമി മുഴുവൻ സമ്പാദിച്ചതേ എനിക്ക് വേണ്ടിയല്ല, നിന്നെ മാനാഭിമാനമുള്ള ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കാനാ. അത് മനസ്സിലാവുണ്ടോ എനിക്ക്? മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ എന്നും പറയാറുള്ളതല്ലേ എന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിടാൻ. അച്ഛൻ ഇത്രയേറെ സമ്പാദിക്കൊന്നും വേണ്ട. അത് ഞാൻ തീരുമാനിച്ചോളാം. പാണാട്ട് ഗോവിന്ദൻ നായരുടെ മകളെ എങ്ങനെ കെട്ടിച്ചേക്കണമെന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് നോക്കിയേ, നിന്റെ മനസ്സിൽ വേറെ വല്ല വിചാരം ഉണ്ടെങ്കിലേ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല. എന്റെ മനസ്സിൽ ഇപ്പൊ 10 മണിക്ക് മുമ്പ് സ്കൂളിൽ എത്തണമെന്ന് വിചാരമുള്ളൂ. ഇതിലും ചമ്മന്തി മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട്. അമ്മാവന്റെ മകളെ പ്രേമിച്ച് നടക്കുന്നതിൽ ഒരു ത്രില്ലും ഇല്ല. അതുകൊണ്ട് ഈ ലൈൻ ഒന്ന് മാറ്റിയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. ഈയിടെയായി എനിക്കും അത് തോന്നി തുടങ്ങിയിട്ടുണ്ട്. വള്ളി നിക്കറ് വിട്ട് നടക്കാൻ തുടങ്ങിയ കാലം മുതൽ കാണുന്നല്ലേ. അതുകൊണ്ട് എനിക്കും ഭയങ്കര ബോറടി. ഇനി മിക്കവാറും എന്റെ കുട്ടിക്ക് ബോറടിക്കേണ്ടി വരില്ല. കാരണം കല്യാണം കഴിഞ്ഞാൽ ദിവസവും നിന്റെ തന്തപ്പടിയായിട്ട് കയ്യാങ്കളി വേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ പ്രണയം അകാല ചരമം പ്രാപിക്കാനാണ് സാധ്യത. വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. എന്തിനാ ആവശ്യമില്ലാതെ അച്ഛനുമായി വഴക്കിടാൻ പോയത്? വെളിച്ചാവുമ്പോ തന്നെ ഉമ്മറത്ത് വന്ന് വിളിച്ചു കൂവിയാല് ആർക്കാ ദേഷ്യം വരാണ്ടിരിക്കുക? അച്ഛൻ ഉണ്ടാക്കുന്ന എല്ലാം ഒടുവിൽ ഗോപിയേട്ടൻ തന്നെയല്ലേ? എന്നാര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? നിന്റെ തന്തപ്പടി സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? എന്റെ ഗോപിയേട്ടന്റെ കൂടെ ഇറങ്ങി വരാൻ ഈ ലോകത്ത് എനിക്ക് ആരുടെയും സമ്മതം വേണ്ടല്ലോ. വരണം, ഒരു കാര്യം പറയുവാനുണ്ട്. ഒരു കാര്യം പറയുക വേണ്ട. അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാ? ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു തരാം. ശത്രുദോഷം ശരിക്കുമുണ്ട്. ശത്രുവിനെ വകവരുത്തുവാനുള്ള പരിഹാര മാർഗവും പറഞ്ഞു തരാം. വരണം. ശത്രുവിനെ വകവരുത്താനുള്ള രേഖ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതിന്റെ മോന്റെ കണ്ണ് രണ്ട് ഞാൻ ചൂന്നെടുത്ത് കളയും. എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ കേട്ടാ. അത് ഞാൻ നോക്കിക്കോളാം. നിന്റെ സഹായം ഒന്നും വേണ്ട. സ്വന്തം ശത്രു അരികിൽ തന്നെ ഉണ്ട്. വരണം, പറഞ്ഞു ശത്രു തരാം. നീ തന്നെയാടാ എന്റെ ശത്രു. പോ. വേണ്ടേ? ഹലോ, വരണം, ഒരു കാര്യം പറയുവാനുണ്ട്. സാറിന്റെ മുഖലക്ഷണത്തെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ സത്യസന്ധനാണ്. ആ കണ്ണുകൾ വലിയ ഭാഗ്യവാന്റെ ലക്ഷണമാണ്. ഏതോ ഒരു അപകടസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണെന്ന് കണ്ടാൽ അറിയാം. വരണം, പറയുവാനുണ്ട്. നല്ല ഐശ്വര്യമുള്ള മൂക്കാണ്. ജോൺ എഫ് കെന്നഡിക്കും ജവഹർലാൽ നെഹ്റുവിനും ഇതേ മൂക്ക് തന്നെയായിരുന്നു. വിശ്വപ്രസിദ്ധനാവും. അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ വരണം. ഐശ്വര്യമായി ഒരു ദക്ഷിണം വെക്കണം. മുരുക ഭഗവാനെ, ഗുരുവായൂരപ്പ. തൽക്കാലം ഇത് മതിയാവും. പറയുന്നത് മുഴുവനും സത്യസന്ധമാണെങ്കിൽ സാറ് 100 രൂപ എനിക്ക് സമ്മാനം തരണം. ഭഗവാനെ, ഇനി ആ കൈയൊന്ന് കാണട്ടെ. വിവാഹിതനല്ല. അല്ല, അടുത്ത് തന്നെ ഉണ്ടാവും. ഉത്തരങ്ങൾ വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ജോലി അധികനാൾ ചെയ്യേണ്ടി വരില്ല. അയ്യോ, അപ്പൊ മുതലാളി എന്നെ ജോലി എന്ന് പറഞ്ഞു വിടുവോ? അയ്യോ, അതല്ല സാർ, നല്ല ഐശ്വര്യമുള്ള കൈയാണ്. കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഇത്തരം രേഖയുണ്ടാവൂ. രാജയോഗമാണ്. സവാരി ആനപ്പുറത്താവും. ജനങ്ങളെ ഭരിക്കുവാനുള്ള അധികാര പദവിയിലെത്തും. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറയൂ. അതെ, പാണാവള്ളി കൃഷ്ണപ്പണിക്കരെന്ന ഞാൻ പറയുന്നു. ലോട്ടറി എടുക്കാറുണ്ടോ? ഇല്ല. എന്നാ എടുക്കണം. ഓ, കോടീശ്വരനാകാനുള്ള യോഗം കാണുന്നുണ്ട്. കോടീശ്വരൻ. ഈ ലോട്ടറിക്ക് മുടക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ ആ മേനോന്റെ കടങ്കിലും തീർന്നിരുന്നു.
എപ്പോഴാ ഭാഗ്യം വന്ന് കയറുക ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അമ്മാവ? ജാതകവശ നല്ല സമയാ എന്റെ കുട്ടിക്ക്. ആ എങ്ങനെങ്കിലും നിന്റെ സമയം തെളിഞ്ഞാ മതിയായിരുന്നു. നായ്ക്കൾ കുറിക്കുന്നു. ആരാത്? പോടാ പട്ടി അവിടുന്ന്. വേണ്ടാട്ടാ, എന്റെ അടുത്ത് വേണ്ട. ഇതാ പുണ്യല്ലേ? അതെ എന്റെ മോനി വന്നല്ലോ. അതെ, വന്നു അമ്മേ. നാടൻ പട്ടികൾക്ക് ഇത്ര ശൗര്യം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നീ അവിടെ നിനക്ക് 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 എന്നെ അപ്പുണ്ണി നീ ഇനി 5 കൊല്ലം കഴിഞ്ഞ് മടങ്ങൂന്നാണല്ലോ കത്തിൽ എഴുതിയിരുന്നത്. അതെ, അതായിരുന്നു പ്ലാൻ ചേട്ടാ. പക്ഷേ ആശ്രമത്തിൽ ഇത് മോഷണം നടന്നു. എന്ത് മോഷണം? മഠാധിപതി ചൗടയ്യ സ്വാമിയുടെ രത്നകിരീടം കാണാതെ പോയി. നീയാവും മോഷിച്ചത്. ചേട്ടാ, സ്വാമിമാരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഏതോ തന്തയില്ലാത്ത അന്തേവാസി ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഞാനാണ്. പോലീസ് ചോദ്യം ചെയ്തും മർദ്ദിച്ചും എന്റെ ശരീരം ഈ പരുവത്തിലായി. മോനെ അപ്പുണ്ണി, നീ വന്ന് കുളിച്ച് ആഹാരം കഴിക്കും. വേണ്ട അമ്മേ, ആഹാരം കഴിച്ചിട്ട് കുളിച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ ആഹാരം കഴിക്കാം. പിന്നെ ഒരു കാര്യം, ആരും ഇനി എന്നെ അപ്പുണ്ണിന്ന് വിളിക്കരുത്. ഞാൻ അപൂർണാനന്ദ സ്വാമികളാണ്. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കാം. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ. ചേച്ചി കരയരുത്, ആരും ദുഃഖിക്കണ്ട. ഗോപിക്കുട്ട, ഇനി കുറച്ചു കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. മോളെ, ആശ്രമത്തിലെ കഥകളൊക്കെ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞുതരാം. അമ്മേ, അമ്മ അകത്തേക്ക് വരുന്നില്ലേ? പിന്നെ ചേട്ടാ, ബീഡി വലി കുറയ്ക്കണം കേട്ടോ. ആ കുറയ്ക്കാം. ചേട്ടൻ ഏത് ബീഡി വലിക്കണേ? നീ വല്ലതും കഴിക്കേ പോയിട്ട്. വേദനിക്കുന്നു. അല്പം വേദനിക്കട്ടെ എന്ന്. ഇന്ന് എന്തായാലും ചീത്തവിളി ഉറപ്പാ. വളയുടെ കാര്യം ഞാൻ എന്താ പറയാ വീട്ടില്? നോണ പറയാൻ ഞാൻ തന്നെ പഠിപ്പിച്ചു തരണോ? വല്ല വത്സമ്മയോ സുമതിയോ ആരെങ്കിലും തന്നു പറഞ്ഞാ പോരെ? ഇനിയിപ്പോ എന്നും അമ്പലത്തിൽ വരാനും പേടിയാ. ഞാൻ പറയാറില്ലേ ഒരു അമ്മാവനെ കുറിച്ച്, അപൂർണാനന്ദ സ്വാമികൾ. പുള്ളി വന്നിട്ടുണ്ട് വീട്ടില്. ഇനി നിത്യം അമ്പലത്തിൽ കാണും. ഞാൻ പോരുമ്പോ കുളിയും തേവാരും നടക്കണേ ഉള്ളൂ. ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ കുറെ കേട്ടിട്ടുണ്ട്. നാട്ടിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി മുങ്ങിയ ആളല്ലേ. മുഖം കണ്ടാൽ തന്നെ അറിയാം അയാൾ കള്ളനാണെന്ന്. പെണ്ണുങ്ങളെ കണ്ടാൽ ഒരു പ്രത്യേകതരം നോട്ടവും ശൃംഗാരവും. ശ്ശോ, ഒന്നും മിണ്ടാണ്ടിരിക്കോ വിജയേട്ടെ. വരൂ, നമുക്ക് പോവാം. നിൽക്കൂ വത്സ. എന്താ കുട്ടിയുടെ പേര്? വിജയൻ. എന്റെ മുഖം കണ്ടിട്ട് എന്താ തോന്നണേന്ന് പറഞ്ഞേ? സ്വാമിയാണെന്ന് തോന്നണമെന്ന് പറഞ്ഞു. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? ആ തേജസ്സും അവിടുത്തെ ഗാംഭീര്യവും കണ്ടപ്പോ നോക്കിപ്പോയതാ. ഈ കൂടെ നിൽക്കണ കുട്ടി ആരാണെന്ന് അറിയോ തനിക്ക്? അറിയാം. ആരാ? ഇന്ദു, സ്വാമിയുടെ സഹോദരിയുടെ മകൾ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാം, പക്ഷേ രണ്ടുപേർക്കൊപ്പം വേണ്ട. കുട്ടി അങ്ങോട്ട് മാറി നിൽക്കൂ. വത്സ, എന്തോ? ചെവി ഇങ്ങോട്ട് തരൂ. എന്റെ അമ്മോ. എന്താ? അയ്യേ. ഞെട്ടരുത്. എടാ തന്തയ്ക്ക് പറക്കാത്തവനെ, കമണ്ടലും വടിയും എടുത്ത് ദേശാടനത്തിന് ഇറങ്ങിയത് പിച്ചെടുക്കാനല്ല. നീ ആ പിഞ്ചു പെൺകുട്ടിയോട് പറയണതൊക്കെ ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? എനിക്ക് കള്ളലക്ഷണം ഉണ്ടെന്ന്. ഉണ്ടടാ, ഉണ്ട്. മേലിൽ ഇങ്ങനെയുള്ള പാവം പെൺകുട്ടികളെ വഴിപിഴപ്പിക്കാൻ നോക്കിയാൽ പോനെ വത്സ, ഈ പാവം സ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കരുത്. പോടാ 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 പന്നി. വത്സേ, എന്റെ പെങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചാലുണ്ടല്ലോ, തല്ലിക്കൊന്ന് ഞാൻ ഈ അമ്പലക്കുളത്തിൽ കുഴിച്ചിടും. പോയി പോവാൻ. സ്വാമിജി, ദീപാരാധനയൊക്കെ കഴിഞ്ഞു. ഓ,
മുണ്ടും നേരിതും കാണുമ്പോ തരിക്കുക. ഭഗവാനെ, എന്നെ പരീക്ഷിക്കരുത്. കാലത്ത് മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇവിടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കറിയൂ. അതിന്റെ ഇടയിൽ അവളുടെ ഒരു പ്രേമം. ഈശ്വരൻ ആ സമയത്ത് എന്നെ അവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലേ. കൃഷ്ണ, ആ ചെക്കൻ ഏത് തറവാട്ടിലെയാണോ ഏട്ടൻ പറഞ്ഞത്? വാരിശ്ശേരിലെ വിശ്വനാഥമേന്റെ ഒരു മരുമകനായിട്ട് വരും. ഇപ്പൊ എനിക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. എന്താ അത്? ആ ചെക്കനെ കുറിച്ചൊന്ന് അന്വേഷിച്ചാലോ പുണ്ണി? ഗോപി എന്താ പറയണേ? ഞാനൊന്നും പറയുന്നില്ല. വേണ്ട. അമ്പലവും വഴിപാടെന്നൊക്കെ പറഞ്ഞ് കാലത്തെ ഇവിടുന്ന് അങ്ങോട്ടുള്ള പോക്കൊന്ന് അവസാനിപ്പിച്ചേക്കണം. ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കണോ എന്തോ? ഇപ്പൊ ഇനി ആരും അവളോടൊന്നും പറയാൻ പോണ്ട. എടാ ഗോപി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. കല്യാണം എന്നൊക്കെ പറഞ്ഞിപ്പോ പുറപ്പെട്ട അതിനിവിടെ പൊന്നും പണവും കെട്ടി വെച്ചിട്ടുണ്ടോ? ആദ്യം ആ ലോണൊന്ന് ശരിയായിക്കോട്ടെ. പൊന്നും പണവും മാത്രമല്ലോ കല്യാണം, മനസ്സിന്റെ ചേർച്ച കൂടിയല്ലേ. ഏട്ടൻ വളരെ നാളുകൾ കൂടി ഒരു സത്യം പറഞ്ഞു. 1 2 3 4 5 കുരുവികൾ. രാജാവിന്റെ കൊട്ടാരത്തിൽ കൂടുവെച്ചല്ലോ. റാണി വന്ന് നോക്കിയപ്പോൾ കുരുവികൾ 5. പാട്ടും പാടി പറന്നു പോയല്ലോ. പാട്ടും പാടി പറന്നു പോയല്ലോ. ടീച്ചറിനെ ഇപ്പൊ വിട്ടേക്കാം കേട്ടോ. ഒന്ന് വന്നേ. ഒരു മിനിറ്റ്. എന്താണോ ഇന്നും അച്ഛനുമായിട്ട് വല്ലതൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഏയ്, കക്ഷി മാറ്റിനി ഫൈനൽ റൗണ്ടിൽ ഏറ്റുമുട്ടാമെന്ന് കരുതി വന്നത്. അതിനല്ല, ആ ബാങ്ക് ലോണിന്റെ കാര്യത്തെ പറ്റി ഞാൻ മായോട് പറഞ്ഞിരുന്നില്ലേ? അത് 2 ആഴ്ചയ്ക്കും ശരിയാക്കി തരാമെന്ന് മാനേജർ ഏൽപ്പിക്കാം. പക്ഷേ അതിനു മുമ്പ് ചില ആചാര മര്യാദകളൊക്കെ ഉണ്ടല്ലോ. എന്താ? മനസ്സിലായില്ല അല്ലേ? അയാളുമായിട്ടൊന്ന് കൂടണം. കയ്യിലാണെങ്കിൽ കാലണയില്ല. മനസ്സിലായി. ഇന്ന് എന്റെ കയ്യിലും കാലണയില്ല. വാങ്ങിച്ച കാശ് എന്തെങ്കിലും തിരിച്ചു തന്നിട്ടുണ്ടോ ഗോപിയേട്ടൻ? മാത്രമല്ല, വല്ലവനും മദ്യം വാങ്ങിച്ചു കൊടുക്കാനൊന്നും എന്റെ കയ്യിൽ കാശില്ല. ഗോപിയേട്ടാ, അങ്ങനെയെങ്കിലും ഒന്ന് ചൂടാവല്ലോ എന്ന് കരുതി ഞാൻ അഭിനയിച്ചതാ. സൗകര്യമായിട്ട് ഒരു ദിവസം ചൂടാവും. എന്താ? ഇന്നലെ ഇവിടെ നിന്ന് മുറിച്ചു കൊടുത്ത തുണിയല്ലേ ഇത്? അതെ. 1/2 മീറ്റർ ഇതിൽ കുറവാന്ന ഇയാളുടെ കംപ്ലൈന്റ്. അയ്യോ, അങ്ങനെ വരാൻ വഴിയില്ല സാർ. ഞാൻ കൃത്യമായിട്ട് അളന്ന് മുറിച്ച് കൊടുത്തതാ. എനിക്കിതൊക്കെ മനസ്സിലാവൂടോ. 1/2 മീറ്റർ എങ്കിൽ 1/2 മീറ്റർ ഒപ്പിച്ച് കളയാമെന്നാണ് വിചാരമെങ്കിൽ അത് എന്റെ അടുത്ത് നടക്കില്ല. ഈ പണി ഇതിനപ്പുറവും കഴിഞ്ഞിട്ടാ ഞാൻ ഈ കഥയിൽ വന്നിരിക്കുന്നത്. അയ്യോ, അബദ്ധത്തിൽ എന്ത് അബദ്ധം? ഒന്നും പറയണ്ട, ഇതങ്ങ് മാറ്റി കൊടുത്തേക്കൂ. 1/2 മീറ്ററിന്റെ കാശ് ഞാൻ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം. ഇത്തിരി പ്രാരാബ്ധമൊക്കെ ഉണ്ടെന്ന് കരുതി ഇതുവരെ മോഷ്ടിക്കാനൊന്നും പോയിട്ടില്ല. വിട്ടുകള ഗോപി, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെ മോഹനേട്ടാ, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് തന്നെ എനിക്ക് തിരിച്ചു പോകണം. അതിനെ എങ്ങനെ അയാളുടെ ചെവിയിൽ എത്തിക്കുന്നുള്ളതാണ് പ്രശ്നം. എന്ത് പറ്റി? ഒരു ബാങ്ക് ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? മാനേജർക്ക് ഇന്ന് രാത്രി ഒരു ട്രീറ്റ് കൊടുക്കും. ട്രീറ്റോ? അതെന്താ? ട്രീറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കുടിപ്പിച്ച് കിടത്തുക എന്ന് പറയും. ഏറ്റു. തന്റെ ലോണിന്റെ കാര്യം ഞാൻ ഏറ്റു. ഹെഡ് ഓഫീസ് പോവാൻ പറ. എത്ര രൂപ വേണമെന്ന് എനിക്ക്? 2 ലക്ഷം രൂപ വേണം. അയ്യോ വേണ്ട സാർ, 50,000 മതി. തന്നിരിക്കുന്നു. പാണാട്ട ഗോപിനാഥന് അത്താണിപ്പുറയ്ക്കൽ കുഞ്ഞിരാമ പൊതുവാൾ മകൻ വേണുഗോപാൽ പൊതുവാൾ തന്നിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഒഴിക്കണോ? മതി സാർ. താ ഒട്ടും കഴിച്ചില്ലല്ലോ. അല്ല, ഫുൾ ഫിറ്റ് ആണ് സാർ. 5 ലാർജ് ഞാനും വിട്ടു. ഇനിയും കഴിച്ചാൽ വീട്ടിലെ കാര്യങ്ങളോർത്ത് ഞാൻ കരയും സാർ. വീട്ടിലെ കാര്യം ഓർത്ത് ആരാടോ കരഞ്ഞു പോവാത്തത്? അപ്പൊ സാറും ദുഃഖം കടിച്ചമർത്തി ഇങ്ങനെ ജീവിക്കുകയാണല്ലേ? ഗോപി, സങ്കടം സഹിക്കാൻ പറ്റണില്ല. ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ? അത് വേണോ സാർ? കർത്താവേ, ഞാൻ ഭർത്താവില്ലാതെ പറ്റൂ. കർത്താവിന്റെ കാരുണ്യം കൊണ്ടേഴും ചത്തു. പട്ടതിലെ
എന്റെ പൊന്ന് സാറേ ഇത് ആരോഗ്യത്തിന് ഹാനികരമാ. വന്നേ നമുക്ക് പോവാം. വന്നേ. കയ്യിലോ ഹായ് ഗോപി കാർ ചേസ്.